DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി ഓഗസ്റ്റ് 23 മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുതെന്ന ഉത്തരവ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത ഒട്ടേറെ വാഹനങ്ങൾ രാജ്യത്ത് ഓടുന്നുണ്ടെന്ന് വിലയിരുത്തി ഓഗസ്റ്റ് 4-നാണ് സുപ്രീം കോടതി ഇതുൾപ്പെട്ട വിവിധ നിർദ്ദേശങ്ങൾ ഇറക്കിയത്. ഇക്കാര്യത്തിൽ പെട്രോളിയം മന്ത്രാലയത്തിന് ചില ആശങ്കകളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചപ്പോഴാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ എടുക്കേണ്ട തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാലയളവ് സുപ്രീം കോടതി വർദ്ധിപ്പിച്ചിരുന്നു. കാറുകളുടേത് 3 നിന്ന് 4 വർഷമായും ഇരുചക്ര വാഹനങ്ങളുടേത് 5 നിന്ന് 6 വർഷമായും വർദ്ധിപ്പിച്ചു. അടുത്തറിയിപ്പ്, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപെടുത്തിയവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ സ്ത്രീകൾ എന്നിവർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇംബിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ധനസഹായം നൽകും. വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ശരിയായ ജനലുകൾ, വാതിലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, ഫിനിഷിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 50,000 രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുക. ഈ തുക തിരിച്ചടക്കേണ്ടതില്ല. അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റ് കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. BPL കുടുംബത്തിനും അപേക്ഷകർക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, പെൺകുട്ടികൾ മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷക തുടങ്ങിയവർക്ക് മുൻഗണനയുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തെ ഭൂനികുതി അടച്ച രസീതിന്റെയും റേഷൻ കാർഡിന്റെയും പകർപ്പുകൾ അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. അപേക്ഷാ ഫോം www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഓണക്കാലത്തോടനുബന്ധിച്ച് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ വഴിയും പൊതുജനങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. റേഷൻ കടകളിൽ നിലവിലുള്ള അരിക്ക് വില കൂട്ടി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും 2 വ്യത്യസ്ത തരത്തിലുള്ള അരികളാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് ചെയ്ത പോഷകമൂല്യമുള്ള പ്രത്യേക അരി 10 രൂപ 90 പൈസ നിരക്കിലും ഉയർന്ന ഗുണനിലവാരമുള്ള അരി 26 രൂപ നിരക്കിലുമാണ് ലഭിക്കുന്നത്. നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ അരിവിഹിതം ലഭിക്കുന്ന സമയമാണിത്. വെള്ള കാർഡുകൾക്ക് സ്പെഷ്യൽ അരി അടക്കം 17 കിലോ അരി, 2 കിലോ ഗോതമ്പ്, 4 പാക്കറ്റ് ആട്ട, 1/2 ലിറ്റർ മണ്ണെണ്ണ എന്നിവ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കും. കൂടാതെ നീലക്കാർഡ് ഉടമകൾക്കും കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ വീതം അരിക്ക് പുറമെ സ്പെഷ്യൽ നിരക്കിൽ അരിയും ഗോതമ്പും ആട്ടയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി 13 ഇനം സബ്സിഡി സാധനങ്ങൾ അടുത്ത മാസത്തേക്ക് അഡ്വാൻസ് ആയി കൂടി വാങ്ങാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സിഗ്നേച്ചർ കിറ്റ്, അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നീ പേര് നൽകിയിട്ടുള്ള പ്രത്യേക കിറ്റുകളും വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നതാണ്. അടുത്തറിയിപ്പ്, LPG ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കൾ EKYC പൂർത്തിയാക്കാനുള്ള സമയപരിധി 23-ാം തീയതി വരെ എണ്ണക്കമ്പനികൾ നീട്ടിയിട്ടുണ്ട്. ഇതുവരെ EKYC പൂർത്തിയാക്കാത്തവർക്ക് കമ്പനികൾ സന്ദേശം അയക്കുന്നുണ്ട്. ഓഗസ്റ്റ് 23 വരെയാണ് ഇത്തരത്തിൽ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നത്. അതിനാൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അത് എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം 24-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.